കോസ്റ്റ്യൂം മൊത്തം നലിച്ചിട്ടാണ്. അയ്യോ കോസ്റ്റ്യൂം പറഞ്ഞ അമ്മ എന്തായാലും തെറി ഇടുങ്ങി. ഒരു കോമഡി പറയട്ടെ. പറ. ഇത് ബോട്ട് അടിക്കുന്ന സീനാണ്. അതായത് ഒന്ന് ബോട്ട് അടിപ്പിക്കാൻ വേണ്ടി മോട്ടർ ആയി കൊടുത്തേ. ഇങ്ങനെയാണെങ്കിൽ നേരെ കടല് പോലത്തെ തിരുമാല അടിക്കുന്ന പോലെ മുട്ട സ്ഥലത്തേക്ക് കൊണ്ട് ഞാനാണെങ്കിൽ പറയാൻ ടവ്യങ്ങൾ നമ്മൾ പതുക്കെ പോകുന്നു. ടവ്യങ്ങളാണെങ്കിൽ പറയുവാണേ എന്റെ വെപ്പ് കാരണം എനിക്ക് വെച്ചാലാണോ നീ പൊങ്കടന്നോ പിന്നെ വാലിനത്ര അമ്മയായി 3 എണ്ണം. 2 എണ്ണം ഫേക്ക്, 1 എണ്ണം റിയലി. ഫസ്റ്റ് തന്നെ ഷോർട്ട് ഫിലിമിന് ഫസ്റ്റ് തന്നെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എടാ നിന്റെ അത്ര മോഹിച്ചാൽ ഉണ്ട് അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു. എടാ നീ അത് ചെയ്താ നിന്നെ ലോകം അറിയും, നീ സിനിമയൊക്കെ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞല്ലേ, എന്നാ ഇത് ചെയ്താൽ എനിക്ക് വലിയ സിനിമ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു കൊറേ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിന്ന് ലാസ്റ്റ് എനിക്ക് ഇത് ആ ഷോക്ക് ഫിലിം കാണിച്ച് 5 ഷോക്ക് വീഡിയോ ഉണ്ട്. അതിനുശേഷം ഈ ബാലിന്ന് പടം കിട്ടും. ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു കുട്ടി താരമാണ് ആദിശേഷ്, അതായത് നമ്മുടെ ബാലൻ അല്ലേ? ആദി കുട്ടാന്ന് വിളിക്കണോ? എന്ത് വേറെന്തൊരു പേരുണ്ടല്ലോ വീട്ടിൽ വിളിക്കുന്നേ? പീക്കൂന്ന് ശരിക്കും ഫുള്ളായിട്ട് എന്താ പീക്കൂന്റെ? പീക്കാച്ചു. അപ്പൊ പീക്കാച്ചു ആണോ ഇഷ്ടമുള്ള കാർട്ടൂണ്? അപ്പൊ ഈ പീക്കാച്ചു വരിവരിയായിട്ട് പോകുന്നൊരു പാട്ടില്ലേ, ഒന്ന് പാടിത്തരും. ഒന്നുകൂടെ പാട്, നമ്മളൊക്കെ ഒരുമിച്ച് പാടാം. ഞാൻ പറഞ്ഞു പോകുന്നൊരു പാട്ടുണ്ട്. അത് കേൾക്കുമ്പോഴേ ഇങ്ങനെ അവൾ ഡാൻസ് ചെയ്യും. അന്നേരം അച്ഛൻ ഒന്ന് അറിയാതെ വിളിച്ചത്. എല്ലാവരും വിളിക്കാൻ. എന്റെ അമ്മേ, അപ്പൊ ഇഷ്ടാണ് ആ പേര് പീക്കു എന്നുള്ള പേര്? ആണല്ലേ. അപ്പൊ സ്കൂളിലൊക്കെ എല്ലാരും പീക്കു എന്നാണോ വിളിക്ക? എന്താ വിളിക്ക സ്കൂളിലൊക്കെ? സ്കൂളിൽ ആദിശേഷൻ. ആണല്ലേ, അത് വലിയ പേര് അങ്ങോട്ട് വിളിക്കൂല്ലേ ആദിശേഷൻ? അപ്പൊ ഏത് പേരാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പീക്കു എന്നാണോ? വിളിക്കത്തില്ല. ഇല്ല, വീട്ടിലെ പേര് വിളിക്കണം അല്ലേ? അവരുടെ ശരിക്കുള്ള പേര് വിളിക്കും. ആണോ? അപ്പൊ പീക്കു എന്നുള്ള പേര് ഫ്രണ്ട്സിനൊക്കെ അറിയോ? എല്ലാം പാട്ടാക്കിയത്. എന്താ പറഞ്ഞത്? എന്താ ഉണ്ടായേ? ഒരുത്തൻ പറഞ്ഞ പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് എടാ നിന്റെ വീട്ടിൽ വിളിക്കുന്ന നെയിം ചെയ്തത്. അന്നേരം നീ അന്നാ പറഞ്ഞതെന്ന് പറഞ്ഞതാ. ഒന്നൊരു ഉറക്കെ പറഞ്ഞു, എല്ലാം കൂടി കേട്ടിട്ട് ലാസ്റ്റ് അങ്ങനെ വിളിച്ച് കളിയാക്കും. അപ്പൊ കളിയാക്കില്ലേ? അത് കുഴപ്പമില്ല, നല്ല പേരല്ലേ പീക്കൂന്ന് അല്ലേ? അപ്പൊ പറഞ്ഞു കൊടുക്കണം പീക്കാച്ചു എന്നുള്ള പേര് ഷോർട്ട് ആക്കിയിട്ടാണ് പീക്കൂന്ന് ഇട്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കൊറേ ഇന്റർവ്യൂ എടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും ദിവസം ഇന്റർവ്യൂ എന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നാ? അപ്പൊ ടയർഡായോ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട്? എനിക്ക് പനി വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ആണോ? ഇയാടെ ഇല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലായിടത്തും പോയിട്ട് തിയേറ്ററിലൊക്കെ പോയപ്പോഴേ ബാലിൽ ഇറങ്ങിയപ്പോ എന്തൊക്കെയാ എല്ലാരും പറഞ്ഞത് സിനിമ കണ്ടിട്ട്? നല്ല അഭിപ്രായമായിരുന്നു. ആണോ? എന്തൊക്കെയാ പറഞ്ഞേ? ആരെങ്കിലും വന്നിട്ട് നമ്മുടെ റിലേറ്റീവ്സും ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ ഉണ്ടാവുമല്ലോ, എന്താ പറഞ്ഞേ സിനിമ കണ്ടിട്ട്? അവര് ഇറങ്ങുന്ന മാമനും അമ്മായിയും എന്റെ ചേട്ടൻ ചേച്ചി അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാരും വന്ന് കെട്ടിപ്പിടിച്ച് ഫോറമാളിന്ന് പടം കണ്ട് ഇറങ്ങി വരുവാ. അപ്പൊ ഒന്ന് കെട്ടിപ്പിടിച്ചു. ആണാ? കെട്ടിപ്പിടിച്ചു അല്ലേ? ഞാനും വന്നിട്ടൊരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല അല്ലേ? സിനിമ കണ്ട് ഇറങ്ങിയപ്പോ ഞാൻ ഒന്ന് സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയൊന്നുമില്ല അല്ലേ? എടുത്തിണ്ടായിരുന്നു എന്തായാലും. പിന്നെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, ഇന്റർവ്യൂ കഴിയട്ടെ. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കാണിച്ചു തരാം. ഓക്കെ? അപ്പൊ പിന്നെ ഇപ്പൊ ഉണ്ടല്ലോ, ആദ്യമായിട്ട് ഉണ്ടല്ലോ ഈ ബാലനിൽ ഞാൻ സുഗന്ധി ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു അതില്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേ എങ്ങനെയായിരുന്നു ഗണിച്ചേട്ടൻ എങ്ങനെയാ വിളിച്ചേ ഈ ഇത് കഴിഞ്ഞിട്ട്? അല്ലെങ്കിൽ ബാലനിക്ക് എങ്ങനെയാ വിളിച്ചത് സിനിമയിലോട്ട്? ബാലനിക്ക് ആ ഷോർട്ട് ഫിലിമിന്റെ ഒരു റീൽസ് ഉണ്ട്. റീൽസ് കണ്ടിട്ടാണോ വിളിച്ചത്? അപ്പൊ കാണിച്ചേട്ടാ എന്താ പറഞ്ഞത്? റീൽസ് കണ്ടിട്ട് വന്നപ്പോ എന്താ ചെയ്യാൻ പറഞ്ഞത്? ഫസ്റ്റ് ആയിട്ട് ഇവരെ കാണുമ്പോ ഇങ്ങനെ അമ്മക്ക് പ്രാണാശുപത്രിയില്ല, അന്നേരം അച്ഛനോട് ഉറക്കിടുന്ന അമ്മയെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അത് തന്നെ. അപ്പൊ അത് ചെയ്ത് കാണിച്ചു കൊടുത്ത അതേപോലെ.
അപ്പൊ നല്ല അപ്പൊ സിനിമയിൽ വന്നപ്പോഴേ എല്ലാരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഏറ്റവും നല്ല ഫ്രണ്ട് ആയിരുന്നു സിനിമയിൽ വന്നപ്പോ, ബാലനിൽ വന്നപ്പോ? തമ്പി. തമ്പി? അതാരാ തമ്പി? ക്യാമറമാൻ. ആണോ? അതെന്താ തമിഴായത് കാരണം തമ്പി തമ്പി എന്ന് വിളിക്കുന്നത്. അതാണോ ഇഷ്ടപ്പെട്ട? ചേട്ടനെയാണോ ക്യാമറമാനാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട? ക്യാമറമാൻ ചിതു സാറും ഗണിച്ചേട്ടനും പിന്നെ അബ്ലിസ്കിബിടി. അബിഡിസ്കിബിടി. ആ, ഗണപതിയുടെ അനിയനില്ലേ? ഉണ്ടായിരുന്നോ? അവരൊക്കെ ഇട്ട് എന്താ കളിക്കാറുണ്ടാ? ഇവിടെ ലൊക്കേഷനിലൊക്കെ വരുമ്പോ കളിക്കുക? എന്തൊക്കെയാ കളിക്കുക? എന്തൊക്കെ ഗെയിം കളിക്കുക? ഗെയിം കളിക്കൂലേ? ഗെയിം കളിക്കില്ല. അവിടെ കളി നോക്കുമ്പോ ഞങ്ങള് മറ്റേ അമ്മാമ്മ വീടില്ലേ? നമ്മുടെ അമ്മാമ്മ വീടിന്റെ ഞങ്ങൾ നടന്നു വരുന്ന ഒരു വഴിയില്ല, അതിന്റെ നേരെ അങ്ങോട്ട് പോയാണ്ടല്ലോ. അതൊക്കെ ചുമ്മാ കട്ട് ചെയ്ത് കാണിക്കുന്നത്. സെയിം വഴിയല്ല അങ്ങോട്ട് പോകുന്നത്. അല്ല അല്ലേ? അല്ലമ്പോൾ പോയാ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ആണോ? എന്നിട്ട് കുളിച്ച വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കോസ്റ്റ്യൂം മൊത്തം നനച്ചിട്ടാണ്. അയ്യോ, കോസ്റ്റ്യൂം അമ്മ എന്തായാലും തെറി ഇടുങ്ങി. എന്തിന് നനച്ചതിനാ? ആരുടെ ചീത്തട്ടെ? കോസ്റ്റ്യൂം. അപ്പൊ പറയായിരുന്നില്ലേ എനിക്കൊന്നും ഞാൻ വെള്ളച്ചാട്ടം കണ്ടപ്പോ കുളിച്ചതാന്ന് പറയായിരുന്നില്ലേ? തല നനയ്ക്കില്ല. അപ്പൊ നല്ല അങ്ങനെ ഞാൻ മൊത്തത്തിൽ അങ്ങ് നനച്ചിട്ടുണ്ടല്ലോ. കുറച്ച് ടൈം എടുത്തേനെ ഉണങ്ങാനാ. അയ്യോ, ഒരു കൊച്ചു ടീവി ഉണ്ട്, ലൂണ. ഒരു അതിന്റെ പേരൊന്നും അറിയത്തില്ല. ഒരു പാണ്ടടൻ കോഴിയുടെ. അങ്ങനെ കോഴി ഇരിക്കുമ്പോഴേക്കും ഒരു പന്നി ഇങ്ങനെ പറന്നു പോയിട്ട് ആ കോഴി ഇരിക്കുന്ന സീറ്റിലേക്ക് വന്ന് വീഴും. അവര് ആദ്യം തറയെ വരും. ആ തറ പൊട്ടിയിട്ട് നേരെ അവര് വെള്ളത്തിൽ വീഴും. വെള്ളത്തിൽ വീണിട്ട് ആ കോഴി പറയുന്ന ഒരു കാര്യമാണ്. എന്താ പറയണേ? ഞങ്ങൾ കോഴികളുടെ ചെറിയ നല്ല വല്ല പാടാണ് ഉണക്കാൻ. അതുപോലെയാണോ പറഞ്ഞ? അവിടെ പോയിട്ട് പറഞ്ഞ അതുപോലെ പൂവൻകോഴിയുടെ പോലെ അല്ലേ? ചിറക് ഉണങ്ങാൻ പാടാന്ന് പറഞ്ഞൂല്ലേ? അല്ലെങ്കിൽ പവിത്രനും അതുപോലെ തന്നെയായിരുന്നു. ഒരുപാട് പക്ഷിയുടെ ചിറക് പോലെ ഇത്രയും വരെയുള്ള കയ്യും. അടിപൊളിയായിരുന്നല്ലോ. അത് എടുത്തിട്ട് ബിൽഡിംഗിൽ ചാടാൻ നന്നായി. അത് നന്നായി. എന്തായാലും നനഞ്ഞ കുഴപ്പമില്ല, ചാടാത്ത നന്നായിന്നല്ലേ? പിന്നെ അമ്മാമ്മയുടെ അടുത്തൊരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ അതില്. ഒരു ഡയലോഗ് പറയണ അമ്മാമ്മ അടുത്ത്, എന്താ വിഷം കൊടുത്താ മതിന്നോ അങ്ങനെ എന്തോ പറയില്ല? വിഷം കൊടുക്കമ്മേന്ന് പറഞ്ഞു അല്ലേ? അത് അമ്മാമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണോ? ഒരു മാറ്റമില്ല, സിനിമ പോലെ. അതെന്താ പറയാ? അതെന്താ പറയാൻ കാരണം? അമ്മാമ്മ സിനിമ അല്ലെങ്കിൽ ഷൂട്ടിന്റെ സമയത്താണ് അമ്മാമ്മ ഇങ്ങനെയാ വർത്താനം പറയാറ്? അമ്മ സെയിം വർത്താനം പറയും. നീ കുറിച്ചൊക്കെ നിന്റെ കുണ്ടിയിൽ വെടിവെക്കണം അങ്ങനെ പറഞ്ഞ അമ്മാമ്മ. അപ്പൊ അമ്മാമ്മ ശരിക്കും അതുപോലെ തന്നെയാണല്ലേ സിനിമയിലും ശരിക്കും അല്ലേ? അപ്പൊ ചിതുചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഡയറക്ടർ ചിതുചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചിതുചേട്ടന്റെ കൂടെ ചിദംബരം. അതിവിടെ കൊറേ പേര് ചിതു ചിതു എന്നൊക്കെയാ പറയാ. അപ്പൊ ചിദംബരം എന്ന് പറഞ്ഞ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ടർ സാറെന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? എന്റെ സോട്ട് കഴിഞ്ഞ് സിനാൻ ചേട്ടാടെ ആണെങ്കിലും പൊറസുവഞ്ചിയുടെ ആണെങ്കിലും ഇങ്ങനെ മടി പിടിച്ചിരുത്തിട്ട് കളി വിജിപ്പിച്ച്. അത് കാരണം അന്ന് അവളെ ഇങ്ങനെ വീർത്തിരിക്കുന്നു അല്ലേ? ആണോ? അപ്പൊ ഭയങ്കര ഇഷ്ടായോ ചിതു സാറിനെ? പിന്നെ ഡ്രൈവിംഗിന്റെ വയറില്ലേ, അത് ഫേക്കോ? ആണോ? അയ്യോ, എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഒറിജിനൽ. ഞാൻ കുളിക്കുന്ന സീനിക്ക് ഇവിടെ ഒരു കീറിയത് പോലെ ആണല്ലേ? അയ്യോ അയ്യോ. അപ്പൊ എന്നിട്ട് അത് പക്ഷെ ഞാൻ വിചാരിച്ച എന്താന്ന് പറയാ ഒറിജിനൽ ആയിരിക്കും വയറ്. അങ്ങനെയായി ആണല്ലേ? സിൽക്കോണില്ല അതാ. അല്ല ഞാൻ ചോദിക്കട്ടെ, ടോവിയങ്കിളിനെ കണ്ടപ്പോ ഭയങ്കര അങ്ങനെ ഒരു കോമഡി പറയട്ടെ? പറ. ഇത് ബോട്ട് ഓടിക്കുന്ന സീനാണ്. അതായത് ഒന്ന് ബോട്ട് ഓടിപ്പിക്കാൻ വേണ്ടി മോട്ടർ ആയി കൊടുത്തേ. ഇങ്ങനെയാണെങ്കിൽ നേരെ കടല് പോലത്തെ തിരുമാല അടിക്കുന്ന പോലെ മുട്ട സ്ഥലത്തേക്ക് കൊണ്ട് ഞാനാണെങ്കിൽ പറയുമ്പോ ടവ്യങ്ങള് നമ്മള് പോകും പതുക്കെ പോകുന്നു. ടവ്യങ്ങളാണെങ്കിൽ പറയുവാണേ എന്റെ വെപ്പ് കാരണം എനിക്ക് വെച്ചാലാണോ നീ പൊങ്കടന്നോ എനിക്കാണെങ്കിൽ പേടിയായിട്ട്
ആണോ പേടിയാ? അല്ല അപ്പൊ ടോവിയങ്ങളിലെ കണ്ടപ്പോ കയ്യിലാണെങ്കിൽ 1,00,000 ക്യാമറ ഇങ്ങോട്ട് പോണോ എത്താൻ പിടിയും കിട്ടുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. ഇവിടെ എത്തിയില്ലേ? രക്ഷപ്പെട്ടു അങ്ങനെ അല്ലേ? എന്നിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ മരിക്കേണ്ടി വന്നു 2012 പോലെ. ടോവിയങ്ങളില്ലേ പിന്നെ ഇങ്ങനെ രക്ഷപ്പെടുത്തില്ലേ ടോവിയങ്ങള്? 2012 പോലെ മരിച്ച ആളാണ് രക്ഷിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ തരാന്ന് പറഞ്ഞു, അതെങ്കിൽ നന്നായി. എന്ത് വെപ്പ് ഞാൻ പുറത്ത് എന്റെ വെപ്പ് വെച്ച് വരാണോ ഞാൻ പിടിച്ചിരുന്ന മതി. അതല്ല ടോവിയങ്ങളിലെ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ലൊക്കേഷനില്? ആണല്ലേ? ടോവിയങ്ങളുടെ ഏത് സിനിമ ഏറ്റവും ഇഷ്ടം? ഏത് സിനിമ എന്ന് വെച്ചാ ARM. അതിന് മുന്നേ വേറൊരു സിനിമ ഉണ്ടല്ലോ, വേറെ മിന്നൽ മുരളി 2012. എന്നാലും ഏറ്റവും ഇഷ്ടം ഏതാ? ARM ആണോ? ആണല്ല. അപ്പൊ ടോവിയങ്ങളിലും ഈ ലൊക്കേഷനിൽ വന്ന് കണ്ടപ്പോ എങ്ങനെ ഉണ്ട്? നല്ല കമ്പനി ആയിരുന്നു ടോവിയങ്ങള്. കണ്ടപ്പോ തന്നെ ഇങ്ങനെ നിക്കോ, ഇങ്ങനെ കണ്ണും ചിമ്മാൻ പറ്റത്തില്ല. അയ്യോ സന്തോഷം സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ആണല്ലേ? ടൊവിയൊക്കെ അടിച്ചിട്ട് പറയുവാണ്, എടാ പീക്കു വേറെ പേരെന്താടാ? അപ്പൊ പറഞ്ഞു എന്താ പറഞ്ഞ? ആദിശേഷൻ പറഞ്ഞു. കോളത്തൊക്കെ അടിച്ചു പറയുവാ. എനിക്കാണെങ്കിൽ ആദിശേഷൻ ഇങ്ങനെ പറഞ്ഞ് അപ്പോഴാ കിളിയൊന്നും പോയിട്ടില്ല, അവിടെ തന്നെ നിന്ന് ഞാൻ കറങ്ങായിരുന്നു അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഫർസാന ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നല്ലേ? അമ്മയായിരുന്നില്ലേ അല്ലേ? അപ്പൊ അമ്മയായിട്ട് ഭയങ്കര ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കൂട്ടായി അല്ലേ? അവസാനൊക്കെ ഇപ്പൊ നല്ല അമ്മ പോലെ തന്നെയല്ലേ? ശരിക്കും അമ്മേനെ മറന്നു വന്നിട്ട് വന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മേന്നല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നേ? അതോ ഫർസാന ചേച്ചിന്നാ എന്താ വിളിച്ചിരുന്നത്? പർസു ആന്റി അല്ലേ? പർസു ആന്റിയോട് പറയാല്ലേ പർസു ആന്റി എന്നാണ് വിളിച്ചിരുന്നത്. അറിയാലേ? ഓ അങ്ങനെ. ഷോർട്ട് ഫിലിമിന്റെ അമ്മയില്ലേ, ആ അമ്മേനെ അങ്ങനെ വിളിക്കുന്നത് വൈഷ്ണവി അമ്മ. ഓ അങ്ങനെയായിരുന്നു അല്ലേ? പിന്നെ എത്ര അമ്മയായി? 3 എണ്ണം. എന്റെ അമ്മ 2 എണ്ണം ഫേക്ക്, 1 എണ്ണം റിയലി. 2 ഫേക്ക് അമ്മ, 1 ഒറിജിനൽ അമ്മയല്ലേ? അപ്പൊ ഇതിൽ ഏത് അമ്മയെ കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 2 അച്ഛനായി. 2 അച്ഛനാ? അതാരാ? ഒന്ന് അബ്ബാസും അബ്ബാസ് അപ്പയും ഒന്ന് രതീഷ്. അല്ല അപ്പൊ ഇതിൽ ഏത് അമ്മേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏതമ്മേനെയാണോ? വൈഷ്ണവി അമ്മയും. ഒറിജിനൽ അമ്മയോ? ഒറിജിനൽ അമ്മേനെ ഇഷ്ടം ആണല്ലേ? ഒറിജിനൽ അമ്മേനും പിന്നെ വൈഷ്ണവി അമ്മേനെ ഇഷ്ടം ആണല്ലേ? അമ്മയോ? ഫർസു ആന്റീനെ അമ്മയായിട്ട് തന്നെ ഉണ്ട്. ആണല്ലേ? ഫർസു ആന്റീനെ ഇഷ്ടം. അപ്പൊ എല്ലാ അമ്മയും അടിപൊളിയാ അല്ലേ? സൂപ്പർ ആയിരുന്നു അല്ലേ? പിന്നെ ഉണ്ടല്ലോ അതില് മറ്റേ ഒരു സീനിൽ ഇങ്ങനെ ഷെഡിയൊക്കെ ഇട്ട് നിൽക്കണ്ടായിരുന്നല്ലോ, ഭയങ്കര നാണക്കേടായ ഫ്രണ്ട്സ്. ആ പേരും പറഞ്ഞിട്ടാണ് അടുത്ത ഇന്റർവ്യൂ ഞാൻ വഴക്കുണ്ടാക്കിയത്. എന്താ പറഞ്ഞ? അതല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം പറയട്ടെ, അതല്ല നമ്മളൊക്കെ എല്ലാരും കുട്ടികളൊക്കെ അങ്ങനെ ഇട്ടപ്പോ എന്താ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്. ആ ഫ്രണ്ട്സ് എന്തേലും പറഞ്ഞ കളിയാക്കിയാ? ആണോ? എന്താ പറഞ്ഞ ഫ്രണ്ട്സ്? എന്താ പറഞ്ഞ പറയ്. അതല്ല അത് കുഴപ്പമൊന്നുമില്ല, എന്നാ നമുക്ക് അത് ആണല്ലേ? നമുക്ക് അത് സാരില്ലെന്ന് നമ്മൾ പറയാം, അഭിനയിച്ചതാന്ന് പറഞ്ഞാൽ മതി അവരുടെ അടുത്ത്. പറഞ്ഞാൽ പോലും ഒരുത്തനും ബോധം വിടൂല്ല. ആണോ? അല്ല അപ്പൊ ഉണ്ടല്ലോ ചിതു സാറ് പറഞ്ഞു 3 എണ്ണേ ഉള്ളൂ, കൊണ്ട് ഞാൻ എങ്ങനെ നടക്കാനാ? ഒരുത്തനെ നോക്കുമ്പോഴേക്കും മറ്റൊരുത്ത ഓടിപ്പോന്ന്, അവനെ പിടിച്ചോണ്ട് വരുമ്പോഴേക്കും മറ്റൊരുത്ത ഓടിപ്പോന്ന്, അവനെ പിടിച്ചോണ്ട് വരുമ്പോ മറ്റൊരുത്ത ഓടിപ്പോന്ന്. ഇത് തന്നെ ക്ലാസ്സിലത്തല്ലേ? അയ്യോ അത് സാരില്ല, നമുക്ക് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നില്ല. ആ ഒരു കാര്യം കുഴപ്പമൊന്നുമില്ലാന്നേ. പ്രശ്നമൊന്നുമില്ല കേട്ടാ. പിന്നെ ഉണ്ടല്ലോ അതല്ല ഞാൻ ചോദിക്കുന്നതേ, അപ്പൊ അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആദ്യം. ഞാൻ എന്താ പറഞ്ഞപ്പോ ചിതു സാറ് പറഞ്ഞപ്പോ? ഫസ്റ്റ് തന്നെ ഷോർട്ട് ഫിലിമിന് ഫസ്റ്റ് തന്നെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എടാ നിന്റെ അത്ര മുഖച്ചായുണ്ട് അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു. എടാ നീ അത് ചെയ്ത നിന്നെ ലോകം അറിയും, നീ സിനിമയൊക്കെ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞല്ലേ, എന്നാ ഇത് ചെയ്താൽ എനിക്ക് വലിയ സിനിമ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിന്ന് ലാസ്റ്റ് എനിക്ക് ഇത്
ആ ഷോക്ക് ഫിലിം അതിന്റെ ഷോക്ക് വീഡിയോ ഉണ്ട്. അതിനുശേഷം ഈ ബാലെന്ന പടം കിട്ടും. അപ്പൊ പിന്നെ എങ്ങനെ അഭിനയിച്ചാലും കുഴപ്പമില്ല. നല്ല എല്ലാരും അടിപൊളിയെന്ന് പറഞ്ഞില്ല. അപ്പൊ പിന്നെ കുറച്ച് അങ്ങനെ അഭിനയിച്ചാലൊന്നും പ്രശ്നമില്ല അല്ലേ? അല്ലേ? കളിയാക്കണേ കളിയാക്കട്ടെ. കുറച്ച് കഴിഞ്ഞാൽ എല്ലാരും എന്താ പറയും, അടിപൊളിയെന്ന് പറഞ്ഞില്ലേ? മാജിക് ചെയ്യും. എന്ത് മാജിക് ചെയ്യാ? ഓ ഹ്രീം എന്ന് പറയാം. എന്റെ അമ്മേ, ഇതൊക്കെ ഇവിടുന്ന പഠിച്ച മാജിക്? പീക്കു ഇവിടുന്ന പഠിച്ച മാജിക് ഒക്കെ? ഇതൊക്കെ ട്രിക്കാന്നല്ലേ? ഇതൊക്കെ സ്കൂളിൽ കാണിക്കാറുണ്ടേ മാജിക് ഒക്കെ? ഇല്ലേ? സ്കൂളൊക്കെ കാണിക്കണ്ടേ? എന്നിട്ട് എല്ലാവരും സ്കൂളിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. എന്താ പറയാ, ഫ്രണ്ട്സ് എടാ നീ ഒരു മാജിക് ചെയ്താ മതി. എടാ ഒരു മാജിക് അങ്ങനെ പറയില്ലേ? കുറച്ച് ബാക്കിക്ക് ഇരുന്നോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഴും. ബാക്കിക്ക് ഇരുന്നോ, ഒരു മാജിക് ചെയ്യാണെന്ന് പറയില്ലേ? നല്ല ഒറ്റക്കാലി സോഫ വരെ. എന്റെ അമ്മ, അത് നമുക്ക് കുറച്ചു കാണിക്കണം കേട്ടോ. ഒറ്റക്കാലില് സോഫയിൽ നിക്കണത് അവസാനം കാണിക്കണേ. പിന്നെ കയ്യിലൊക്കെ എന്തൊക്കെയാ? നോക്കട്ടെ. അപ്പുറത്ത് വെബ് ഷൂട്ടർ അല്ലേ? അമ്മേ, അമ്മേ, എന്താ സംഭവം? എന്താ സാധനം? വെബ് ഷൂട്ടറാ? ഞാൻ ആദ്യമായിട്ട് ആണല്ലേ? സ്റ്റിക്കർ കൂടി ഉണ്ട്. അതൊക്കെ എന്നെ പൊളിച്ചു. അപ്പുറത്തെ കയ്യിലെന്താ? എന്റെ അമ്മ ഭയങ്കര സെറ്റപ്പാണ്. ഇങ്ങനെ കാണിച്ചാ, ഇങ്ങനെ കാണിക്കും. ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്ക്. സ്പൈഡർമാനാണോ ഏറ്റവും ഇഷ്ടം? അതെന്താ സ്പൈഡർമാൻ ഇഷ്ടമാവാൻ കാരണം? കാർട്ടൂണ് ഇഷ്ടമായി ഇറങ്ങിയിരുന്നോ? അല്ലെങ്കിൽ സ്പൈഡർമാന്റെ ഒരു വില കൂടിയ എനിക്ക് വില കൂടിയതൊന്നും പറഞ്ഞു കേൾക്കില്ല. എനിക്ക് എന്ത് സ്പൈഡർമാന്റെ സാധനം കണ്ടാലും അപ്പൊ അത് വേണം. അപ്പൊ വാശി പിടിക്കും അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മ വാങ്ങിച്ചു തരും? അത് കാശില്ലെങ്കിൽ വാങ്ങിച്ചു തരില്ല, കാശുള്ളപ്പോ വാങ്ങിച്ചു തരും. ഇപ്പൊ സിനിമ ചെയ്തിട്ട് കൊറേ കാശ് കിട്ടിയില്ലേ? അപ്പൊ വാങ്ങിച്ചൂടെ നീ? ഓർഡർ ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അല്ല രാത്രി ആകുമ്പോഴേക്കും ഉണ്ടല്ലോ ആ മാസ്കിന്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ, ഈ വൈറ്റ് സ്ഥലം അവിടെയൊക്കെ റെഡ് ലൈറ്റ് ചെയ്തു. സ്പൈഡറിന്റെ സൂട്ടിന്റെ മാസ്ക് പോലെ റെഡ് ലൈറ്റ് അതിലും കിട്ടും. അല്ല സ്പൈഡർമാൻ എന്താ ഇത്ര ഇഷ്ടമാവാൻ കാരണം? അവൻ ഭയങ്കര നല്ലവനാണല്ലേ? ഓക്കെ. എന്താ നല്ലവനാവാൻ കാരണം? അവന് ഇത് ഒത്തിരി അവന്റെ ഉള്ളിൽ വെനം കയറി കഴിയുമ്പോഴാണ് അവൻ ഒത്തിരി മോശമാകാൻ തുടങ്ങുന്നത്. അതുവരെ അവന്റെ ഉള്ളിൽ സിംബിയോട്സ് കയറായിരുന്നാൽ മാത്രമേ അവൻ നല്ലതായിരിക്കും. അന്നും പറഞ്ഞ് എനിക്ക് വെളുത്ത സ്പൈഡറിനെ ഇഷ്ടമാണ്, കറുത്തന്നെ ഇഷ്ടമാണ്. പിന്നെ ഈ സ്പൈഡർമാൻ എന്താണ് ഈ സൂട്ട് ഒക്കെ നിർമ്മിക്കാൻ കാരണം എന്ന് വെച്ചാ നമുക്ക് തന്നെ എനിക്ക് കഥ മനസ്സിലായതെങ്കിലും ഉണ്ടല്ലോ, അവൻ നല്ല കാര്യങ്ങൾ ചെയ്യും, മോശപ്പെട്ട കാര്യങ്ങൾ അവൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല. ഓ അങ്ങനെയാണല്ലേ? ലോകം നശിക്കാൻ പോവാന്ന് പറഞ്ഞാൽ പോലും അവന് പെട്ടെന്ന് അവൻ ഇറങ്ങും. എവിടെ മോഷണം ഉണ്ടായാലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയാലും അവനത് തിരിച്ചു കൊടുക്കും. പിന്നെ എല്ലാവരും രക്ഷിക്കുക ഓരോ അപകടത്തിന്ന്. അതുകൊണ്ട് നല്ല പാവം അടിപൊളിയാണ് അല്ലേ? അപ്പൊ ടോവിയങ്ങളും മിന്നൽ മുരളിയിൽ അതുപോലെ ആയിരുന്നു. അതുകൊണ്ടാണ് മിന്നൽ മുരളി ഇഷ്ടം. അതുകൊണ്ടാണ് ഈ സ്പൈഡർമാൻ ഇഷ്ടമുള്ള പോലെ എല്ലാരും രക്ഷിക്കുന്നോണ്ടൊക്കെയാണോ മിന്നൽ മുരളി ഇത്ര ഇഷ്ടം അല്ലേ? ഓ അല്ല, അപ്പോഴേ പീക്കുവിനുണ്ടല്ലോ ഇതുപോലെ ഒരു സ്പൈഡർമാൻ ആയിട്ട് അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ ആദ്യം പീക്കു എന്താ ചെയ്യാ? ഫസ്റ്റ് തന്നെ എനിക്കൊരു വെബ് ഷൂട്ട് വാങ്ങിക്കണം. എന്നിട്ടോ? വെബ് ഷൂട്ട് എന്ന് വെച്ചാ ഇപ്പൊ കാണിച്ചില്ലേ, ഇത്ര തന്നെ വേറൊന്നുണ്ട്. ഇതിന്റെ വേറെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. വാട്ടർ ഇതിന്റെ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ളതുണ്ട്. പിന്നെ വേറൊരെണ്ണം കൂടി ഉണ്ട്. അതിന്റെ ഇവിടെ വട്ടത്തിരിക്കും. അതിന് എത്ര വേണമെങ്കിലും നമുക്ക് വല ചീച്ചാൽ എത്ര ദൂരം വരെ കൊണ്ടുപോകാൻ പറ്റും. അത് ഈ റൗണ്ട് ആയിട്ട് നൂലിങ്ങനെ വലിയതായിട്ട് ചുറ്റിയിട്ടുണ്ട്. നമ്മുടെ ടോം ഹോളന്റെ പേരിട്ടില്ലേ മാസ്ക് ഒക്കെ കണ്ണടയ്ക്കുമ്പോ കണ്ണൊക്കെ അടയുന്നേ, ആ പീറ്റർ പാർക്കറിന്റെ വെബ് ഷൂട്ടർ ഇല്ലേ, അതാണ്. ആ വെബ് ഷൂട്ടർ വാങ്ങിക്കും. അല്ല എന്നല്ല ഞാൻ ചോദിച്ചതേ, ഒരു സിനിമയില് പിറ്റേ ദിവസം വന്ന് പറയാണ് പീക്കു സ്പൈഡർമാൻ ആയിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞാ പീക്കു ആദ്യം എന്താ ചെയ്യാ? ആരെ രക്ഷിക്കുക? അല്ലെങ്കിൽ എന്താ കാര്യം ചെയ്യാ പീക്കു? ഫസ്റ്റ് അതിനുവേണ്ടി കുറെ ട്രെയിനിങ് ചെയ്യും. എന്തൊക്കെ ട്രെയിനിങ് ചെയ്യാ? ഇത് ഭിത്തി കയറി
അല്ലെങ്കിൽ അവർ ഇത് നമ്മുടെ അര റോപ്പ് കിട്ടും. എന്നിട്ട് നമ്മള് ഭിത്തി കയറുന്ന പോലെ ചുമ്മാ ഇങ്ങനെ കാണിച്ചാൽ മതി. അവര് റോപ്പ് ഉണ്ടല്ലോ ട്രെയിൻ വഴി ഇങ്ങനെ മുകളിലോട്ട് വലിക്കും. അപ്പോഴേക്ക് നമ്മള് ഭിത്തി കയറുന്ന ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് തന്നെ സൂട്ട് നമുക്ക് പറയണ്ടല്ലോ, കോസ്റ്റ്യൂം ഡിസൈനർ തന്നെ അത് ചെയ്തുതരും. പിന്നെ ട്രെയിനിങ്ങും കൂടി കൊറേ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അല്ല എന്നിട്ട് ആരെ രക്ഷിക്കുക? ഉണ്ടോ? എന്നിട്ട് കൊറേ പേരെ രക്ഷിക്കും. കുട്ടികളെയൊക്കെ ആൾക്കാരെ എല്ലാരും ഭയങ്കര എന്താ ഡബിളായിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് ഇടിച്ച് രക്ഷിക്കും അല്ലേ? അങ്ങനെയായിരിക്കും ചെയ്യാല്ലേ? പീക്കുവിനെ ആരാവാൻ ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം ഒരു സ്പൈഡർമാൻ സിംബിയോട്ട്. അതല്ല ചോദിച്ചേ ഞാന്. അപ്പൊ നമ്മള് പറയാം ഡോക്ടർ ആവാൻ ഇഷ്ടമാണ്, സിനിമയിൽ അഭിനയിക്കാൻ, എഞ്ചിനീയർ ആവാൻ ഇഷ്ടമാണ്. അങ്ങനെയാന്ന് വെച്ചാ എനിക്ക് ആർമി ഒരു ഡോക്ടർ സിനിമ 3 ആവണല്ലേ? ഒരുമിച്ച് 3 ആവണം. അപ്പൊ എന്താ ആർമിയും ഡോക്ടർ ആവാൻ എത്ര ഇഷ്ടം? എന്താന്ന് വെച്ചാ ഡോക്ടർ ആളെ രക്ഷിക്കുന്നു, ആർമി ഇന്ത്യനെ നോക്കുന്നു. അപ്പൊ സിനിമാ നടനോ? സിനിമാ നടൻ ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നു. ഓ അടിപൊളി അടിപൊളി അടിപൊളി. അത് സൂപ്പർ ആയിട്ട് കേട്ടോ. അപ്പൊ ഇത് 3 ആയി കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും അല്ലെ? എല്ലാവരും രക്ഷിക്കും, സിനിമ സന്തോഷിപ്പിക്കില്ല. അത് അടിപൊളിയായിട്ടുണ്ടാ. പീക്കു സൂപ്പർ സൂപ്പർ. നമുക്ക് ചെറിയൊരു ഗെയിം കളിച്ചാലോ? അതെ, പീക്കു എന്ത് ചെയ്യണമെന്ന് വെച്ചാ പീക്കു കുറച്ച് അനിമൽസ് ആവാം, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ അവരൊക്കെ ഒന്ന് ആക്ഷൻ ചെയ്ത് കാണിക്കണം. അപ്പൊ ഞാൻ എന്റെ ആൻസർ പറയാം. ചെയ്താലോ? ചെയ്തോ. ആദ്യം എലിയാണോ? അല്ല, ഇത് ചിറകാണോ? അത് മുയല്. മുയലിനവിടെ ചിറക് ഇങ്ങനെയല്ല ആക്കുക, അല്ലാണ്ട് ഇങ്ങനെയല്ലല്ലോ ആക്കുക. അമ്മ ഇത് കുഞ്ഞിക്കുരുവിയ. കുഞ്ഞിക്കുരുവിയാണോ? അയ്യോ, ഞാൻ വിചാരിച്ചു എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ ആക്കിയപ്പോ. ഞാൻ അടുത്തത് എലി. ശരി. ഓ ഒരെണ്ണെങ്കിലും ശരിയായില്ല. അടുത്തത് സിംഹം. ശരി. ഓ അത് ശരിയായി. നീ കുറച്ച് ടഫ് ഉള്ളത് കാണിക്കും. നല്ല ഞാൻ പരുന്താണോ? അവിടെ കൊരങ്ങനാണല്ലേ? കൊരങ്ങനെ ഒന്നുകൂടി കാണിച്ച. മരത്തിൽ കയറണാണല്ലേ കൊരങ്ങൻ? സൂപ്പറായിട്ടുണ്ട്. അതിനോട് ഒരു 2 കൂടി പറഞ്ഞോ. ചിമ്പാൻസി ആണോ? ചിമ്പാൻസി. പിന്നെന്താ? പരുന്തിന്റെ സൗണ്ടാണോ കാണിച്ചത്? ഇപ്പോ പരുന്തിന്റെ ശരിക്കുള്ള സൗണ്ട് അതാ. എങ്ങനെ? അങ്ങനെ ശരിക്കുള്ള സൗണ്ട് ആണല്ലേ? സിനിമയിലൊക്കെ ചുമ്മാ സ്റ്റൈൽ ആക്കാൻ വേണ്ടി പരുന്ത് അല്ലേ? സൗണ്ടാ. ശരിക്കും എങ്ങനെ സൗണ്ട് തോന്നി കാണിച്ചേ? ഓ സിനിമയിലൊക്കെ സ്റ്റൈല് കാണിക്കാൻ വേണ്ടിട്ടല്ലേ പരുന്ത്. പരുന്തൊക്കെ പരുന്തിനൊന്നും അഭിനയിക്കാറില്ല അല്ലേ? ഒരെണ്ണം കൂടി കാണിച്ചോ, ഒരെണ്ണം കൂടി. ഓക്കെ. പുലിയാണോ? അല്ല. പുലി. ഒരു ക്ലൂ കൂടി ഇതാ. അതെന്താ? 1000 വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മള് മനുഷ്യരുണ്ട്. ദിനോസർ. ശരി. ടീറക്സ്. ടീറക്സ് അല്ലേ? പിന്നെ നമ്മൾ ടീറക്സ് അല്ല, ടീറക്സ്. ടീറക്സ് ആവോ? എനിക്ക് അറിയില്ലായിരുന്നു അതാ. സോറി സോറി സോറി. ടീറക്സ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നുണ്ടല്ലോ, ഏത് ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുന്നത്? 2ാം ക്ലാസ്. 2ാം ക്ലാസ്. അപ്പൊ ബാലനിൽ അഭിനയിക്കുമ്പോ ഏത് ക്ലാസ്സിലായിരുന്നു? 1ലായിരുന്നു. എപ്പോഴാ ഞാൻ 2ലേക്ക് വന്നത് പോലും അറിയില്ല. ആണോ? അല്ല അപ്പൊ കൊറേ പഠിക്കാനൊക്കെ ഇല്ലേ? പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പരീക്ഷ ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാ 2 വന്നതെന്ന് പോലും അറിയത്തില്ല. അറിയില്ല അല്ലേ? ഷോ. അപ്പൊ സ്കൂളിൽ പോകാത്ത വിഷമം ഉണ്ടായിരുന്ന? അപ്പൊ കൂട്ടുകായിട്ട് ഉറക്കം വരണ്ട. അതല്ല, സ്കൂളിൽ പോകണ വിഷമം ഉണ്ടായില്ലേ ഫ്രണ്ട്സിനൊക്കെ കാണാതെ? ഫ്രണ്ട്സിനെ മിസ് ചെയ്തു, പക്ഷെ സ്കൂളിന് മിസ് ചെയ്തു. പഠിക്കണല്ലോ അല്ലേ? പഠിക്കാൻ ഇഷ്ടാണോ? ഇഷ്ടാണ്. മാത്സ്. മാത്സ് ഇഷ്ടാണോ? മാത്സ് ഇഷ്ടാ. സിമ്പിൾ അല്ലേ? അന്ന് ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം മാത്സില്. 3+1. എന്റെ മോക്ക് ഇങ്ങനത്തെ ഒന്നും പറയില്ലേ? പിന്നെ എന്താ ചോദിക്കണ്ടേ? സിമ്പിൾ ആയിട്ട് എന്ത് ചോദിക്കണ്ടേ? 1 1 2 2 1 3. അങ്ങനെ. അപ്പൊ 1 1 2 2 1 3 3 1 4 6 1 5 6 1 6 1 7 7 1
8. 8 1 9. ആ കറക്റ്റ് 9 1 കൂടി പറഞ്ഞു. 9 1 9 1 10. ആ അപ്പൊ മാത്സ് നന്നായി അറിയാം. സൂപ്പർ. മാത്സ് ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്? ആണോ? അപ്പൊ അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത് പട്ടികയാണല്ലേ? ഓ അപ്പൊ അത് സൂപ്പർ ആയിട്ട് പറഞ്ഞോട്ടാ. പിന്നെ ഏതാ ഇഷ്ടമുള്ള സബ്ജക്ട്? പിന്നെ മാത്സ് കഴിഞ്ഞിട്ട് മാത്സ് മാത്രമേ ഉള്ളൂ. മാത്സ് മാത്രമേ ഉള്ളൂ അല്ലേ? മാത്സ് ഭയങ്കര ഇഷ്ടമാണല്ലേ? അല്ല അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞേ? ടീച്ചേഴ്സ് ഒക്കെ ഒത്തിരി സന്തോഷമായി അവർക്കൊക്കെ. ആണോ? ഓ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ നമുക്ക് ആ മറ്റേ പാട്ടൊന്ന് പാടിയാലോ? ബാലന്റെ പാട്ട്. അല്ല ആദ്യം പീക്കുവിന്റെ അടുത്ത് പാടാന്നല്ലേ പറഞ്ഞത് ഗണിച്ചേട്ടനും ചിതു സാറൊക്കെ? ഫസ്റ്റ് വേറെ പാട്ടൊന്നും പാടില്ല. അത് കാരണം പാലും പഴവും പാടി. അത് പാടാം നമുക്ക് താക്കോല് പാടണ്ട അല്ലെ? പാലും പഴം പാടാം. പാലും പഴവും കൈകളിലേന്തി, 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 പാലും പഴവും കൈകളിലേന്തി. അപ്പൊ ഗണിച്ചേട്ടൻ എന്താ ചെയ്തത് ആ പാട്ട് കഴിഞ്ഞപ്പോ? ഗണിച്ചേട്ട ആ പാട്ട് കണ്ടായിരുന്നോ? വീഡിയോ ഈ പാട്ട് പാടുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാ? വീഡിയോ ആ സിനിമയിൽ ഈ പാട്ട് പാടുന്ന കണ്ടിട്ടുണ്ടാ? ഗണിച്ചേട്ടൻ ചെറുപ്പത്തിൽ അഭിനയിച്ച ഒരു സിനിമയില് പാടിയത് അത്, വിനോദയാത്ര എന്ന് പറഞ്ഞ സിനിമയില് കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ സൂപ്പർ ആയിരുന്നു. ഇത് ഗണിച്ചേട്ടൻ എന്താ നാളെ വന്നത് ഈ പാട്ട് കേട്ടപ്പോ? ഫസ്റ്റ് തന്നെ മറ്റേ ആവേശത്തിൽ ഒരു ആന്റി ഇല്ലേ, ആന്റിയെ കണ്ടു. ആണോ? പിന്നെ അമ്പാനെ കണ്ടു. അമ്പാനെ കണ്ടു അല്ലേ? അവരെയൊക്കെ കണ്ടു അസൂയ. ആണല്ലേ? എന്റെ അനി എന്താന്ന് വെച്ചാ അവന് രംഗാണന്റെ ക്യാരക്ടേഴ്സ് ഇല്ല, അമ്പാനും ആ ചേച്ചിയൊക്കെ, രംഗാണനും ഒക്കെ ഫാസിലിന് അവരെല്ലാവരും അവന് ഇഷ്ടപ്പെട്ടു. ആണോ? അതിന്റെ ചെറിയൊരു അസൂയ ഉണ്ടല്ലേ? പക്ഷേ അവനും ഒത്തിരി സപ്പോർട്ടാ. ആണല്ലേ? പീക്കുനെ ഏറ്റവും ഇഷ്ടമുള്ള നടനാരാ? ഏറ്റവും ഇഷ്ടമുള്ളത് മമ്മൂക്ക, ലാലേട്ടൻ, ടൊവിയങ്ങളും ഉലകനായകനും. ഉലകനായകൻ ആരാ? കമലഹാസൻ അല്ലേ? കമലങ്ങളിലൊക്കെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? അതാ തമിഴ് ഒത്തിരി പേര് ഇഷ്ട. വിജയ് സാറിന്റെ തമിഴ് പടങ്ങൾ ഇഷ്ട, ധനുഷ് സാറിന്റെ തമിഴ് പടം ഇഷ്ട. തമിഴ് എനിക്ക് മനസ്സിലാവും, ഇംഗ്ലീഷ്, ഹിന്ദി ഒക്കെ ഇല്ലേ? തമിഴ് മനസ്സിലായോ? തമിഴ് പറയാറിയോ? പറയാൻ അറിയാം കുറച്ചൊക്കെ. ഒന്ന് പറഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും തമിഴില്? ഞാൻ ചോദിക്കാം. എപ്പടി ഇருக்கு ഇന്റർവ്യൂ? நல்லா இருக்குல்ல. உங்க பேர் என்ன? அதிசேஷ். ഏത് ക്ലാസ്സിലെ പഠിക്കുന്നത്? 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിലെയാ? உங்க ஃபேவரட் கார்ட்டூன் ஏது? ஜாக்கி சான் கார்ட்டூன். அது தமிழ்ல சொல்லணும். எங்க ஃபேவரட் கார்ட்டூன் അങ്ങനെ പറ. എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ജാക്കി ചാൻ. ഓ സൂപ്പർ. അപ്പൊ തമിഴ് അറിയാലേ? എല്ലാം അറിയാലേ? ഏതൊക്കെ ലാംഗ്വേജ്? തമിഴ് കുറച്ചൊക്കെ അറിയും, കൊഞ്ചം തരൂ അല്ലേ? തമിഴ് പാട്ട് ഏത് അറിയോ? പാട്ടറിയില്ല അല്ലേ? കുഴപ്പമില്ല നമുക്ക്. അപ്പൊ ഇനി തമിഴില് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇഷ്ടമാണോ ഇനി? ആണോ? ബാലൻ സിനിമ കണ്ടിട്ട് ആരൊക്കെയാ വിളിച്ചത്? നടന്മാരാരെങ്കിലും ഒക്കെ വിളിച്ചോ? ബാലൻ സിനിമ കണ്ടിട്ട് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരെ വിളിച്ചേ? അങ്ങനെ വിളിച്ചില്ല. എന്റെ പടം കണ്ട് എന്റെ ആക്ടിങ് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാർ വിളിച്ചു. അപ്പൊ സന്തോഷായോ? ഹാപ്പി ആയോ? പിഗുന് ആണോ? ഭയങ്കര സന്തോഷായില്ലേ? ഇനിയിപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇനി എന്തെങ്കിലും ഗെയിം കളിക്കണോ? എന്ത് ഗെയിം കളിക്കണ്ടേ? പിന്നെ നേരത്തെ എന്നോട് വരുന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗെയിമിനെ പറ്റിട്ടൊക്കെ പറഞ്ഞു. ഹൊറർ ഗെയിം അല്ലേ? ഗ്രാനി. അതെന്താ ഗ്രാനി ഗെയിം? അത് ഒരു വലിയ പേരൊന്നുമില്ലേ? വേറൊരുത്തിയും ഞാൻ നേരത്തെ പറഞ്ഞു സ്ലഞ്ചറേനാന്നും പറഞ്ഞൊരുത്തി. അവളെ നമ്മൾ നോക്കിയ പൊട്ടിത്തെറിച്ചു. ഫസ്റ്റ് ഞാൻ ഗെയിമിൽ കേറിയപ്പോ ഉണ്ടല്ലോ, അവളെ കണ്ട് പൊട്ടിത്തെറിച്ച് ചത്തത്. അന്നേരം ചേട്ടൻ വന്നിട്ട് പറയുവാണ്, എന്റെ ചേച്ചിയുടെ കൂടെ കളിച്ചപ്പോഴേക്കും, അടി പൊട്ടാ സ്ലെൻഡറിനെ കാണുമ്പോ തന്നെ നീ കുഞ്ഞണം,
അവളെ നോക്കി എന്നാ നീ ചാവടി എന്നൊക്കെ പറഞ്ഞു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഗ്രാനി ഉണ്ടല്ലോ, സാധാരണ എല്ലാവർക്കും പേടിയല്ലേ ഈ ഹൊറർ എന്നൊക്കെ പറയുമ്പോ, പീക്കുവിനൊരു പേടിയൊന്നും എനിക്ക് പെട്ടെന്ന് ഒരിടത്തൊക്കെ നിന്നിട്ടിങ്ങനെ പല്ലൊക്കെ കൂർപ്പിച്ചൊക്കെ കാണിക്കത്തില്ല, അതൊക്കെ കണ്ട പേടി വരും. ഇത് ഇങ്ങനെ പേടിയൊന്നുമില്ലേ? പെട്ടെന്ന് ഈ കണ്ണൊക്കെ ഒന്ന് പേടിപ്പിക്കും എന്നെ ഒന്ന്. അമ്മേ, മറ്റേ കണ്ണുകൂടി കാണിക്കും, ഇത് ഒരു കണ്ണുള്ളൂ. അയ്യോ ഞാൻ പേടിച്ചു അമ്മേ, ഞാൻ പേടിച്ചു. ഇങ്ങനെ കാണിച്ചാ പേടിയാവും അല്ലേ? ഞാനേ ഈ ലൈറ്റിൽ ഓഫ് ആക്കിയിരുന്ന ചേച്ചി പേടിച്ച് നിക്കറേ ഉള്ളൂ. 2 വെപ്പലും കൂടി ഇവിടെ വെച്ചാ മതി. ഇങ്ങനെ കണ്ണിങ്ങനെയൊക്കെ വെച്ചിട്ട് പേടിപ്പിച്ച അവിടെ ഇരുന്നിട്ട്. ലൈറ്റ് ഓഫ് ആക്കാതെ ഒന്ന് പേടിപ്പിക്കണം എന്നെ. ലൈറ്റ് ഒന്നും ഓഫ് ആക്കില്ല. ഡയലോഗ് ഒക്കെ പറയണട്ടാ പേടിപ്പിക്കാൻ. എന്തേലും പറയണം, എന്നാലേ ഞാൻ പേടിക്കുള്ളൂ. വെറുതെ ഡയലോഗ് ഒന്നും പറയാൻ പറ്റില്ല, എന്തേലും പറയണം, എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അതൊക്കെ കിട്ടോ? ഞാൻ പേടിച്ചു എന്റെ അമ്മേ, പേടിച്ചിട്ടാ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു അല്ലേ? സൂപ്പർ ആയിരുന്നുണ്ടാ. അപ്പൊ എല്ലാ വശം ഉണ്ടല്ലേ? അതെന്താ അപ്പൊ സ്കൂളിൽ ചീത്ത പറയല്ലേ മുടി വെട്ടിയില്ലെങ്കില്? ഇല്ല, അവർക്ക് കുട്ടികള് തന്നെ ഇത് കുഴപ്പമൊന്നുമില്ല. ഇനി അവര് പറയത്തില്ല, പിന്നെ അവര് റായൊക്കെ വെക്കാൻ ചെല്ലുമ്പോഴേ പറയൂ. ആണല്ലേ? അപ്പൊ പീക്കു, നമ്മൾ ഇനിയിപ്പോ സംസാരിച്ചോണ്ടിരുന്ന ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ ഇനി ഇതുപോലെ തന്നെ ബാലന്റെ പോലെ കുറെ സിനിമകൾ വരട്ടെ, തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് പീക്കു. താങ്ക് യു.